അപ്പം നമുക്ക് നമ്മുടെ മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 5 ആണ്. ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇൻ ചാപ്റ്റർ 3 വി സ്റ്റഡീഡ് ലീനിയർ മാപ്സ് ഫ്രം വൺ വെക്ടർ സ്പേസ് ടു അനദർ വെക്ടർ സ്പേസ്. നൗ വി ബിഗിൻ അവർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ലീനിയർ മാപ്സ് ഫ്രം എ വെക്ടർ സ്പേസ് ടു ഇറ്റ്സെൽഫ്. നമ്മൾ നേരത്തെ പഠിച്ച ഒരു വെക്ടർ സ്പേസിൽ നിന്നും മറ്റൊരു വെക്ടർ സ്പേസിലേക്കുള്ള ലീനിയർ മാപ്സിനെ പറ്റിയാണ് ഇവിടെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്നിൽ നിന്ന് അതിലേക്ക് തന്നെ ഉള്ളത്, അതായത് ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞല്ലോ, ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ദെയർ സ്റ്റഡി കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ഡീപ്പസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ലീനിയർ ഓൾജിബ്ര. Most of the key results in this area do not hold for infinite dimensional vector spaces. So we work only on finite dimensional vector spaces. അതായത് ഇൻഫിനിറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസസിന് ഇതിൽ പറയുന്ന റിസൾട്ടുകൾ പലതും ആപ്ലിക്കബിൾ ആവണമെന്നില്ല. അപ്പോൾ എന്താണ് റിസൾട്ടുകളൊന്നും അതിന് ശരിയാവണമെന്നില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസസിൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. ടു അവോയ്ഡ് trivialities we also want to eliminate the vector space set 0 from consideration. അപ്പം സെറ്റ് 0 എന്ന് പറഞ്ഞു കഴിയുന്ന അത് ട്രിവിയൽ ആയിട്ടുള്ളൊരു വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ എപ്പോഴും സ്റ്റഡി ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കി നിർത്തും. Thus we make the following assumption. Recall that F denotes R or C. ഇപ്പം എഫ് എന്ന് പറയുന്ന ഫീൽഡിനെ ഡിനോട്ട് ചെയ്യുന്നതെന്നറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഫീൽഡുകൾ R അല്ലെങ്കിൽ C ആയിരിക്കും എപ്പോഴും എന്ന് മനസ്സിൽ വെച്ചുകൊള്ളുക. ലെറ്റ്സ് എഗ്രി ദാറ്റ് ഫോർ ദി റെസ്റ്റ് ഓഫ് ദ ബുക്ക് ക്യാപിറ്റൽ വി വിൽ ഡിനോട്ട് എ ഫൈനൈറ്റ് ഡയമെൻഷണൽ നോൺ സീറോ വെക്ടർ സ്പേസ് ഓവർ എഫ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ വി എന്ന് ഉദ്ദേശിക്കുന്നത് ഫൈനൈറ്റ് ഡയമെൻഷണൽ നോൺ സീറോ വെക്ടർ സ്പേസ് ആയിരിക്കും. ഇത്രയും കാര്യം അസ്യൂം ചെയ്തിട്ടാണ് എല്ലാ റിസൾട്ടുകളും നമ്മൾ ചെയ്യുന്നത്. ഇൻവേരിയൻറ്റ് സബ്സ്പേസസ്. In this chapter, we develop the tools that will help us understand the structure of operators. Recall that an operator is a linear map from a vector space to itself. അപ്പം ഓപ്പറേറ്റേഴ്സിൻ്റെ സ്ട്രക്ചർ പഠിക്കുക, ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് നമ്മളിതിൽ ഡെവലപ്പ് ചെയ്തെടുക്കും. അതാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഓപ്പറേറ്ററിൻ്റെ ഡെഫിനിഷൻ എല്ലാവർക്കും അറിയാമല്ലോ. റീകോൾ ഓൾസോ ദാറ്റ് വി ഡിനോട്ട് ദ സെറ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഓൺ ക്യാപിറ്റൽ വി ബൈ എൽ ഓഫ് വി. അപ്പം വിയിൽ നിന്ന് വിയിലേക്കുള്ള ലീനിയർ ഓപ്പറേറ്റേഴ്സ് എൽ ഓഫ് വി കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന കാര്യം നേരത്തെ പറഞ്ഞതാണ്. എൽ ഓഫ് വി എന്ന് എഴുതാം. എൽ ഓഫ് വി കോമ വി എന്ന് എഴുതുന്നതിന് പകരമാണ് എൽ ഓഫ് വി നമ്മൾ എഴുതുന്നത്. ലെറ്റ് us see how we might better understand what an operator looks like. അപ്പോൾ ഒരു ഓപ്പറേറ്റർ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ടി ബിലോങ്സ് ടു എൽ ഓഫ് വി. ഒരു ഓപ്പറേറ്റർ എടുത്തു. ഇഫ് വി ഹാവ് എ ഡയറക്റ്റ് സം ഡീകമ്പോസിഷൻ വേർ ഈച്ച് യു ജെ ഈസ് എ പ്രോപ്പർ സബ് സ്പേസ് ഓഫ് വി, ദെൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയർ ഓഫ് ടി വി നീഡ് ഓൺലി അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയർ ഓഫ് ഈച്ച് ടി റെസ്ട്രിക്റ്റഡ് ടു യു ജെ. അപ്പോൾ ക്യാപിറ്റൽ വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിന് ഈ രീതിയിലുള്ള ഒരു ഡയറക്റ്റ് സം ഡീകമ്പോസിഷൻ ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ടിക്ക് യുവിലുള്ള പ്രോപ്പർട്ടീസ് പഠിക്കുക. ടി എങ്ങനെ യുവിൽ ആക്ട് ചെയ്യുന്നു അത് പഠിക്കുന്നതിന് പകരം നമുക്ക് ഈ ടീനെ ഓരോ വെക്ടർ സ്പേസിലേക്കും ഓരോ യു ജെയിലേക്കും റെസ്ട്രിക്റ്റ് ചെയ്യുന്നു നമ്മൾ. ആ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്പറേറ്ററിനെ പഠിച്ചാലും മതി. ഹിയർ ടി റെസ്ട്രിക്റ്റഡ് ടു യു ജെ ഡിനോട്ട്സ് ദി റെസ്ട്രിക്ഷൻ ഓഫ് ടി ടു ദ സ്മോളർ ഡൊമൈൻ യു ജെ. ഡീലിംഗ് വിത്ത് ടി റെസ്ട്രിക്റ്റഡ് ടു യു ജെ ഷുഡ് ബി ഈസിയർ ആൻഡ് ഡീലിംഗ് വിത്ത് ടി ഡീലിംഗ് വിത്ത് ടി ബിക്കോസ് യു ജെ ഈസ് എ സ്മോളർ വെക്ടർ സ്പേസ് ദാൻ വി. ഇപ്പം യു ജെ എന്ന് പറയുന്ന ഒരു ചെറിയ വിനേക്കാളും ചെറിയ ഒരു സ്പേസാണ്. അപ്പോൾ നമുക്ക് ടി ഓൺ വി പഠിക്കുന്നതിനേക്കാളും എളുപ്പമായിരിക്കും ടി ഓൺ യു ജെ പഠിക്കുന്നത്. ഹവർ വി ഇൻറ്റെൻഡ് ടു അപ്ലൈ ടൂൾസ് യൂസ്ഫുൾ ഇൻ ദ സ്റ്റഡി ഓഫ് ഓപ്പറേറ്റേഴ്സ് സച്ച് ആസ് ടേക്കിംഗ് പവേഴ്സ്, ദെൻ വി ഹാവ് എ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഈ പവേഴ്സൊക്കെ എടുത്ത് ചെയ്യുമ്പം പലപ്പോഴും നമുക്ക് പവേഴ്സ് എടുക്കേണ്ട ആവശ്യം വരും. പവേഴ്സ് എടുത്ത് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം ടി ഓൺ വി ഒരു ഓപ്പറേറ്റർ, അതായത് വിന്ന് വിയിലേക്കുള്ളത്. പക്ഷേ ഈ യു ജെയിൽ നമ്മൾ ടി റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ യു ജെയിലെ എലമെൻറ്റ്സിൽ ടിക്കുള്ള ഇമേജ് യു ജെയിൽ തന്നെ കിടക്കണമെന്നില്ല. അതായത് ടി യു ജെയിൽ നിന്ന് യു ജെയിലേക്കാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല, വിയിൽ നിന്ന് വിയിലേക്കാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ യു ജെയിൽ നമ്മളൊരു അപ്ലൈ ചെയ്തിട്ട് നമുക്ക് യു ജെ എന്ന് പറയുന്ന വിയുടെ സബ്സെറ്റാണ്. അപ്പം വിയിൽ തന്നെ ഒരു എലമെൻറ്റ് കിട്ടുമെന്നേ നമുക്ക് പറയാൻ പറ്റും. അത് യു ജെയിൽ തന്നെ കിടക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് ഒരു പ്രശ്നം. ദസ് വി ആർ ലീഡ് ടു കൺസിഡർ എനി ഡീകമ്പോസിഷൻ ഓഫ് ദി ഫോം 5.1 where T maps each uj into itself.
അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളൊരു ഡീകമ്പോസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ യു ജെയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് സ്റ്റഡി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ യു ജെയിലേക്ക് തന്നെയാണ് എന്നുള്ള രീതിയിലുള്ളത് മാത്രമായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. The notion of a subspace that gets mapped into itself is sufficiently important to deserve a name. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ക്യാപിറ്റൽ യുവിനകത്തു നിന്ന് നമ്മളൊരു എലമെൻ്റ് എടുത്തു. ക്യാപിറ്റൽ യുവിനകത്തു നിന്നൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫോം എ യു എന്ന് പറയുന്ന ഫോമിലായിരിക്കും. അതിലേക്ക് നമ്മൾ ടി അപ്ലൈ ചെയ്യുകയാണെന്ന് ടി ഓഫ് എ യു കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് എ ഇൻറ്റു ടി യു എന്ന് കിട്ടും. ഇനി ടി യു ഇസിക്കലോ ലാംഡ യു ആണ്. അപ്പോൾ എ ഇൻറ്റു ലാംഡ യു എന്ന് കിട്ടും. അപ്പോൾ എ ലാംഡ ഇൻറ്റു യു എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതായത് എയും ലാംഡയും സ്കെയിലേഴ്സാണ്. എ ലാംഡയും സ്കെയിലാറാണ്. ഒരു സ്കെയിലാർ ഇൻറ്റു യു എന്ന് കിട്ടി. അപ്പോൾ ഈ ഫോമിൽ വന്നു കഴിഞ്ഞാൽ അത് എവിടെ ഉള്ള എലമെൻ്റാണ്? യുവിനകത്തിലുള്ള എലമെൻ്റാണ്. ഓക്കെ, അപ്പോൾ എന്തായി? നമുക്ക് ഇൻവേരിയൻ്റ് ആണെന്ന് കിട്ടി. ദ ഇക്വേഷൻ ടി യു ഈക്വൽ ടു ലാംഡ യു വിച്ച് വി ഹാവ് ജസ്റ്റ് സീൻ is intimately connected with the one-dimensional invariant subspaces. Is important enough that the vector u and scalars lambda satisfying it are given special names. അപ്പോൾ ടി യു ഇക്വൽ ലാംഡ യു എന്ന് പറയുന്ന ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. അത് വെച്ച് നമ്മൾ കുറച്ച് ഡെഫിനിഷൻസ് കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. സ്പെസിഫിക്കലി സ്കെയിലർ ലാംഡ ബിലോങ്സ് ടു എഫ് ഈസ് കോൾഡ് ആൻ എയ്ഗൻ വാല്യൂ. ഇമ്പോർട്ടൻ്റ് ആണ്. ലാംഡ എന്ന് പറയുന്ന എന്നൊരു സ്കെയിലർ എടുക്കുന്നു. അതിന് എയ്ഗൻ വാല്യൂ ഓഫ് ടി ബിലോങ്സ് ടു എൽ ഓഫ് വി എന്ന് പറയണമെങ്കിൽ ഇഫ് ദെയർ ഇസ് എ നോൺ സീറോ വെക്റ്റർ യു ബിലോങ്സ് ടു വി സച്ച് ടി ഇസിക്കൽ ടു ലാംഡ യു. എഗൻ വാല്യൂ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടി യു ഇസിക്കൽ ടു ലാംഡ യു സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു നോൺ സീറോ വെക്റ്റർ യു ഉണ്ടെങ്കിൽ ലാംഡ ഇസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് ടി എന്ന് നമ്മൾ പറയും. വി മസ്റ്റ് റിക്വയർ യു ടു ബി ദ നോൺ സീറോ because with u equal to 0 every scalar lambda belongs to f satisfies 5.3. അപ്പം യു എന്ന് പറയുന്നത് നോൺ സീറോ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം യു സീറോ ആണെങ്കിൽ എല്ലാ ലാംഡയും ഈ പറയുന്ന സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് വരും. ദ കമൻസ് എബോവ് ഷോ ദാറ്റ് ടി ഹാസ് എ വൺ ഡയമെൻഷണൽ ഇൻവേരിയൻറ്റ് സബ്സ്പേസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി ഹാസ് ആൻ ഐഗൻ വാല്യൂ. അപ്പോൾ വൺ ഡയമെൻഷണൽ ഇൻവേരിയൻറ്റ് സബ്സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ടി ഇസിക്കൽ ലാംഡ യു എന്ന് പറയുന്ന കാര്യം എന്താണ് സാറ്റിസ്ഫൈ ചെയ്യും എന്ന് നമ്മൾ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്തു തൊട്ട് മുമ്പത്തെ പാരഗ്രാഫിനകത്ത്. ഓക്കെ, അപ്പം വൺ ഡയമെൻഷൻ ഇൻവേരിയൻറ്റ് സബ്സ്പേസ് ഉണ്ടാവണമെങ്കിൽ ടിക്ക് ഒരു ഐഗൻ വാല്യൂ ലാംഡ ഉണ്ടായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ടിക്ക് ഒരു ലാംഡ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ഇസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് ടി എന്നാണ്. ദ ഇക്വേഷൻ ടി ഇസിക്കൽ ലാംഡ യു ഈസ് ഈക്വലൻ ടു ടി മൈനസ് ലാംഡ ഐ ഓഫ് യു ഈക്വൽ ടു 0 എന്ന് ഇതിനെ എഴുതാം. നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി ഇസിക്കൽ ലാംഡ യു എന്നാണ് കിട്ടുന്നത്. സോ ലാംഡ ഇസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് ടി ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അപ്പോൾ ടി മൈനസ് ലാംഡ ഐ ഓഫ് യു ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. ടിയും ഐ എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്, ടി എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്, പിന്നെ ടി മൈനസ് ലാംഡ ഐ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഒരു ഓപ്പറേറ്ററിൻ്റെ വാല്യൂ അറ്റ് യു നമുക്ക് 0 എന്ന് കിട്ടി. ലാംഡ ഇസ് ആൻ ഐഗൻ വാല്യൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് അപ്പോൾ അതേപോലെ യു എന്ന് പറയുന്നത് നോൺ സീറോ ആണ്. അപ്പോൾ ഒരു നോൺ സീറോ ആയിട്ടുള്ള യുവിനെ ടി മൈനസ് ലാംഡ എന്ന് പറയുന്ന ഓപ്പറേറ്റർ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? 0യിലേക്ക് മാപ്പ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ടി മൈനസ് ലാംഡ ഐയുടെ നൾ സ്പേസിനകത്ത് യു വരുന്നു. യു എന്ന് പറയുന്നത് നോൺ സീറോ വെക്ടർ വരുന്നതെന്നല്ലേ? അതിൻ്റെ അർത്ഥം അത് ഇൻജക്റ്റീവ് അല്ലെന്നാണ്. കാരണം ഇൻജക്റ്റീവ് ആണെങ്കിൽ നൾട്ടി എന്ന് പറയുന്നത് 0 ആവണം. ഇവിടെ 0 അല്ല. ബൈ 3.21 ലാംഡ ഇസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് ടി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി മൈനസ് ലാംഡ ഐ ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ. അപ്പോൾ ഇൻജക്റ്റീവ് അല്ലെങ്കിൽ 3.21 നമ്മൾ പഠിച്ചതനുസരിച്ച് ടി മൈനസ് ലാംഡ ഐ ഇൻവെർട്ടിബിൾ അല്ല എന്ന് കിട്ടും. അതേപോലെ തന്നെ അത് സർജക്റ്റീവ് അല്ലെന്ന് കിട്ടും. സപ്പോസ് ടി ബിലോങ്സ് ടു എൽ ഓഫ് വി ആൻഡ് ലാംഡ ബിലോങ്സ് ടു എഫ് ഈസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് ടി. എ വെക്റ്റർ u belongs to v is called an eigenvector of t corresponding to lambda if t u is equal to lambda u. അപ്പോൾ ഐഗൻ വെക്ടർ എന്ന് നമ്മൾ ഒരു യുവിനെ വിളിക്കണമെങ്കിൽ അത് കറസ്പോണ്ടിങ് ടു ഒരു ഐഗൻ വാല്യൂ ആണ്. അതിനെ വിളിക്കണമെങ്കിൽ ടി ഇസ് ഈക്വൽ ടു ലാംഡ യു ആവുന്ന രീതിയിൽ അത് നമുക്കൊരു ഐഗൻ വാല്യൂ ഉണ്ടായിരിക്കും. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന യു ആണ് ഐഗൻ വെക്ടർ. ബിക്കോസ് 5.3 is equivalent to t minus lambda u equal to 0, we see that the set of eigenvectors of t corresponding to lambda equals null t minus lambda I.
അപ്പം ശരിക്കും പറഞ്ഞാൽ സെറ്റ് ഓഫ് ഐഗൻ വെക്റ്റേഴ്സ് ഓഫ് ടി കറസ്പോണ്ടിങ് ടു ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൾ സ്പേസ് ഓഫ് ടി മൈനസ് ലാംഡ ഐ കണ്ടുപിടിച്ചാൽ മതി നമുക്ക് സെറ്റ് ഓഫ് ഐഗൻ വെക്റ്റേഴ്സ് കിട്ടാനായിട്ട്. മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ടി മൈനസ് ലാംഡ ഐ യു ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ യു എവിടെ ഉള്ള ആളാണെന്നാണ് നൾ സ്പേസിനകത്തുള്ള. അപ്പം നൾ ടി മൈനസ് ലാംഡ കണ്ടുപിടിച്ചാൽ മതി ഐഗൻ വെക്റ്റേഴ്സ് കിട്ടാൻ. ഇൻ പർട്ടിക്കുലർ ദ സെറ്റ് ഓഫ് ഐഗൻ വെക്റ്റേഴ്സ് ഓഫ് ടി കറസ്പോണ്ടിങ് ടു ലാംഡ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഐഗൻ വെക്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് നൾ സ്പേസ് ഓഫ് ടി ആയിരിക്കും. Let us look at some examples of eigenvalues and eigenvectors. If A belongs to F, then AI has only one eigenvalue, namely A, and every eigenvector is an eigenvector of this eigenvalue. അപ്പോൾ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കുന്നത്. എ എന്ന് പറയുന്ന ഒരു സ്കെയിലാർ എടുക്കുന്നു. എ ഇൻറ്റു ക്യാപിറ്റൽ ഐക്ക് ഒരേ ഒരു ഐഗൻ വാല്യൂ ഉള്ളൂ, അത് എ ആണ്. കാരണം എ ഐ ഇൻറ്റു നമ്മൾ എക്സ് എടുത്തു കഴിഞ്ഞാൽ ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ എക്സ് എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എ ആണ് അതിൻ്റെ ഐഗൻ വാല്യൂ. എവരി വെക്ടർ ഇതിൻ്റെ ഏതൊരു നോൺ സീറോ വെക്ടർ എടുത്ത് എഴുതി കഴിഞ്ഞാലും നമുക്കിതിൻ്റെ ഐഗൻ വെക്ടർ ആണെന്ന് കിട്ടും. ഫോർ എ മോർ കോംപ്ലിക്കേറ്റഡ് എക്സാമ്പിൾ, അതാണല്ലോ നമുക്ക് വേണ്ടത്. കൺസിഡർ ദി ഓപ്പറേറ്റർ ടി ബിലോങ്സ് ടു എൽ ഓഫ് എഫ് ടു ഡിഫൈൻഡ് ബൈ ഒരു ടി എടുക്കുന്നു. ടി ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ഇസഡ് ഡബ്ല്യു. ഇഫ് എഫ് ഈക്വൽ ടു ആർ, ദെൻ ദിസ് ഓപ്പറേറ്റർ ഹാസ് എ നൈസ് ജോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ. എഫ് ഈക്വൽ ടു ആർ ആണെങ്കിൽ ഈ ഓപ്പറേറ്ററിന് എഫ് ഈക്വൽ ടു ആർ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജോമെട്രിക്കലി ഈ ഓപ്പറേറ്റർ എങ്ങനെയാണ് ഈ എഫ് ടുവിൽ ആക്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. T is just a counterclockwise rotation by 90 degree about the origin in R2. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ WZ എന്ന് പറയുന്ന വെക്ടറിനെ 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. An operator has an eigenvalue if and only if there exists a non-zero vector in its domain that gets sent by the operator to a scalar multiple of itself. അപ്പോൾ ഒരു ഐഗൻ വാല്യൂ ഉണ്ടാകണമെങ്കിൽ, ഐഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു ലാംഡ യു, ഒരു വെക്ടർ എടുത്തു അതിലേക്ക് ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വെക്ടറിനെ ഒരു സ്കെയിലാർ കൊണ്ട് ആ വെക്ടറിൻ്റെ ഒരു സ്കെയിലാർ മൾട്ടിപ്പിൾ കിട്ടുക. ആ സ്കെയിലാറാണ് ഐഗൻ വാല്യൂ. ഓക്കെ, അങ്ങനെ കിട്ടണം നമുക്ക് ഐഗൻ വാല്യൂ ഉണ്ടാവണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാലും അത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് പോവുക. ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ചെയ്ത് പോവുകയാണ്. പക്ഷേ അതിൻ്റെ ഒരു സ്കെയിലാർ മൾട്ടിപ്പിൾ കിട്ടുന്നില്ല. മനസ്സിലായോ? അതിൻ്റെ പൊസിഷൻ ഇങ്ങനെ 90 ഡിഗ്രി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനൊരു ഐഗൻ വാല്യൂ ഇല്ലെന്ന് നമുക്ക് പറയേണ്ടി വരും. കൺക്ലൂഷൻ, ഇഫ് എഫ് ഈക്വൽ ടു ആർ ദ ഓപ്പറേറ്റർ ടി ഡിഫൈൻഡ് ബൈ 5.4 has no eigenvalues. However, if f equal to c, ഇനി f equal to c ആണെങ്കിൽ the story changes. To find eigenvalues of t, we must find the scalars lambda such. അപ്പോൾ f equal to c ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പം t of w z equal to ലാംഡ ഇൻറ്റു w z കിട്ടുന്ന രീതിയിലുള്ള ലാംഡ ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഹാസ് സം സൊല്യൂഷൻ. w z 0 ആണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി അതല്ലാതെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്നാണല്ലോ നോക്കേണ്ടത്. അതിന് നോൺ സീറോ വെക്ടറാണ് നമുക്ക് വേണ്ടത് ഐഗൻ വെക്ടറായിട്ട്. അപ്പം ഇതും അതിൻ്റെ തൊട്ട് മുമ്പത്തെ -z(w) എന്ന് പറയുന്ന അതുകൂടെ 5.4 ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് -z ഈക്വൽ ടു ലാംഡ w എന്ന് എഴുതാം, w ഇസ് ഈക്വൽ ടു ലാംഡ z എന്ന് എഴുതാം. ഇനി -z ഈക്വൽ ടു ലാംഡ w സ്ഥാനത്ത് ലാംഡ z കൊടുത്തു കഴിഞ്ഞാൽ -z ഈക്വൽ ടു ലാംഡ സ്ക്വയർ z എന്ന് കിട്ടും. നൗ z കനോട്ട് ഈക്വൽ 0. z 0 ആയി കഴിഞ്ഞാൽ ഇസഡും ഡബ്ല്യൂയും തമ്മിൽ കണക്ഷനുണ്ട്. w ഈക്വൽ ടു ലാംഡ z ആണ്, w 0 ആയി പോകും. അപ്പോൾ രണ്ടും 0 ആവും. ഇസഡും w 0 ആവണ്ട നമുക്ക്, കാരണം നമ്മൾ ഐഗൻ വെക്ടറാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ചുള്ള കണ്ടീഷൻസാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ നമുക്ക് z 0 അല്ല, z 0 അല്ലെങ്കിൽ -z ഈക്വൽ ടു ലാംഡ സ്ക്വയർ z z നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് -1 ഈക്വൽ ടു ലാംഡ സ്ക്വയർ എന്ന് കിട്ടും. സോൾവ് ചെയ്യുമ്പം ലാംഡ ഈക്വൽ ടു i എന്ന് ലാംഡ ഈക്വൽ ടു -i എന്നും കിട്ടും. അപ്പോൾ അത് ഈ നേരത്തെ പറഞ്ഞ -z ഈക്വൽ ടു ലാംഡ ഡബ്ല്യുവിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നത് w -wi-യും -iക്ക് കറസ്പോണ്ടിങ് ആയിട്ട് w, കിട്ടും. w, z എന്നാണല്ലോ, അതിനകത്ത് w, zൻ്റെ സ്ഥാനത്ത് z ഈക്വൽ ടു
മൈനസ് ഇസ് ഈക്വൽ ടു ലാംഡ ഡബ്ല്യു അല്ലേ, അതിനകത്ത് ഈ പറഞ്ഞ 2 വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ഇസഡ് കിട്ടുന്ന വാല്യൂസാണ്, ഒന്ന് ഡബ്ല്യു ഐ ഒന്ന് മൈനസ് ഡബ്ല്യു ഐ. അപ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ ഐഗൻ വെക്ടേഴ്സായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ.